ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം നിയമക്കുരുക്കിലേക്ക്. സമവായം കണ്ടെത്താൻ നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. 8 വർഷം മുൻപ് പൊളിച്ച ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇനിയും വൈകും. ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടത് വലത് ഭരണസമിതികൾ 2 DPR തയ്യാറാക്കിയതാണ് പ്രശ്നം നിയമക്കുരുക്കിലേക്ക് നീങ്ങാൻ കാരണം. DPR തയ്യാറാക്കിയ ഏജൻസികൾക്ക് പണം നൽകുകയും ചെയ്തു. ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് ഒരു DPR മാത്രമേ അംഗീകരിക്കാനും പണം നൽകാനും കഴിയൂ എന്നതിനാൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 2 DPR തയ്യാറാക്കി. ഇവർക്ക് കരാർ പ്രകാരമുള്ള പണവും നൽകി. ഇതിനെ നിയമതടസ്സം നീക്കാതെ നഗരസഭയ്ക്ക് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സെക്രട്ടറിയോട് ഇതിലെ തടസ്സങ്ങൾ നീക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കൌൺസിൽ ആരാഞ്ഞു. ഇതോടെ നിയമപരമായി നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസവും സാങ്കേതിക വിഷയങ്ങളും സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. അതില് 14 രൂപ നൽകുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു DPR ആണ് വേണ്ടത്. അതിപ്പോ ആര് തയ്യാറാക്കി എന്നുള്ള അപ്പൊ ഇതിനകത്ത് സിയാദ് തയ്യാറാക്കിയതാണെങ്കിൽ 2 തവണ പൈസ കൊടുത്തു. അപ്പോൾ സിയാദ് തയ്യാറാക്കിയത് മറ്റൊരു ആളിനാണ് എന്ന് പറയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം ഇപ്പൊ നഗരസഭയിൽ നിൽക്കുന്നതാണെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത കൗൺസിൽ പറഞ്ഞാൽ അത് കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. DPR തയ്യാറാക്കിയ 2 പേരെയും വിളിച്ചു വരുത്തി ഒരു സമവായ ശ്രമം നടത്തുന്നതാകും വേഗത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്നും സെക്രട്ടറി നിർദ്ദേശിച്ചു. ഇരുവരുമായി സംസാരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആളാകണം സമവായത്തിന് നേതൃത്വം നൽകേണ്ടതെന്നും സെക്രട്ടറി പറഞ്ഞു. MLA ഉൾപ്പെടെ നടത്തിയ ശ്രമങ്ങൾ ഇക്കാര്യത്തിൽ വിജയം കണ്ടില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. അതിനാൽ സെക്രട്ടറിയെ കൌൺസിൽ ഇക്കാര്യത്തിൽ സമവായത്തിന് ചുമതലപ്പെടുത്തി. വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കൂമഞ്ചേരി, വാർഡ് കൌൺസിലർ മുസ്തഫ കളത്തുംപടിക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ പിന്തുണച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് പറഞ്ഞ ഈ അപാകത ഈ സാമ്യതയെ സംബന്ധിച്ച് പരിഹരിക്കാതെ മുന്നോട്ട് പോയാൽ സിയാദ് കേസ് കോടതിയെ സമീപിച്ചാൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ നമുക്ക് നിയമോപദേശം തേടുക. അതോടൊപ്പം തന്നെ ഈ റീഫ്ലെക്സ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു കാരണനാളിക നോട്ടീസ് വായിക്കണം. കാരണം എന്താണ് ഇതിന്റെ കാര്യങ്ങൾ? അന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ആർമിയിലൊക്കെ ശ്രീദേവി രാജ്യം തോന്നിയിരുന്നു. അവർ പറഞ്ഞത് എനിക്ക് 2ാമത് കിട്ടിയതാണ്. അത് വിളിച്ചിട്ടുണ്ടെങ്കിലും അത് 2ാമത് കിട്ടിയെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഈ പ്ലാൻ തയ്യാറാക്കിയിരുന്നതാണ്. അപ്പൊ പ്ലാൻ തയ്യാറാക്കിയ ആളുകൾ അപ്പോൾ സിയാദാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാണ്. അതിന് നിയമപ്രശ്നങ്ങൾ പറയാം. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സ്വാഭാവികമായും ഒരു കൗൺസിൽ തീരുമാനത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ കാരണമായിട്ട് നോട്ടീസ് കൊടുക്കണം. അതുപോലെ തന്നെ സിയാദിൻ്റെതാണ് എന്ന് ആധികാരികമായി അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിന് രേഖകൾ ഹാജരാക്കാം. അത് നമുക്ക് ഇതിൽ കാണാനുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇതുപോലെ DPR പ്രവർത്തികൾ താൽക്കാലികമായി നമുക്ക് നിർത്തിവെക്കേണ്ടി. കാര്യത്തിൽ ഈ തർക്ക പ്രശ്നം തന്നെ അത് നിയമോപദേശം നേടിയതിനു ശേഷം അതുപോലെ 21 അപാകതകൾ സംബന്ധിച്ച് കത്തുണ്ട്. ഇനി 2ാമത് പ്ലാനിങ് കൊടുക്കണം, അപേക്ഷ കൊടുക്കണം, ഇതൊക്കെ പൂർത്തീകരിച്ചിട്ട് കൊടുക്കണം. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് 2018 പൊളിക്കുമ്പോൾ 1 വർഷത്തിനുള്ളിൽ പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പൂർത്തിയാകുമെന്നായിരുന്നു അന്നത്തെ UDF ഭരണസമിതി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കച്ചവടക്കാർക്കുൾപ്പെടെ നൽകിയിരുന്ന ഉറപ്പ്. ഇത് യാഥാർത്ഥ്യമായില്ല. 2020 ഭരണത്തിൽ വന്ന LDF ഭരണസമിതിയുടെ ഉറപ്പ് 6 മാസത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു. 2025 തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മുൻപ് തട്ടിക്കൂട്ടി നിർമ്മാണം ഉദ്ഘാടനം നടത്തി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന UDF ഭരണസമിതി ഇത് വേണ്ടെന്ന് വെച്ചു. ലാഭകരമായി ഉടൻ നിർമ്മാണം തുടങ്ങുമെന്ന് ഉറപ്പ് നൽകി. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം നീളുമെന്ന് തന്നെയാണ് സൂചന. LDF അംഗങ്ങളിൽ ഭൂരിഭാഗവും സെക്രട്ടറി സമവായത്തിന് ചുമതലപ്പെടുത്തും മുൻപ് കൌൺസിൽ യോഗത്തിൽ നിന്ന് പോയിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ.
Charitra Vivag Bridal Collections by Shobhika Weddings.